അല്ലെ 1 കോടി രൂപ എടുത്തോ, മുസ്ലിങ്ങളിൽ എത്ര പേര് കാണാൻ ജിഹാദി? വളരെ വളരെ കുറവാണ്. 1 ലക്ഷം പോലും കാണത്തില്ല. അവര് കാണിക്കുന്ന ടെററിസവും തോന്നിയാസവുമാണ് ഈ പാവപ്പെട്ട ബാക്കി എല്ലാ മുസ്ലിങ്ങളെയും മേളിയിരിക്കുന്നത്. മുസ്ലിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് മുസ്ലിം രാജ്യമാക്കി ഇസ്ലാമിക് റോളുകൊണ്ട് പോവും എന്ന് പറയാൻ മറ്റുള്ളവനെയൊക്കെ ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരും കൂടെ സമാധാനപരമായ സഹവർത്തിത്വം വേണം, ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകണം. അവരുടെ വിശ്വാസം അവര്, നമ്മുടെ വിശ്വാസം നമ്മൾ. അങ്ങനെ പോകുന്ന ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. തല നിറച്ചും പോയ്സൺ കയറ്റിയിരിക്കുകയാണ് ഇങ്ങനെ വെച്ചൊരു ജിഹാദികൾ. പൈസ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ മതം കയറ്റിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടാവാം. നമസ്കാരം. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് LDF UDF ജിഹാദി കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലടക്കം വിവിധ MLA-മാരുടെ ഓഫീസുകളിലേക്ക് BJP മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്തുകൊണ്ടാണ് BJP ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്? എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായിട്ടുള്ള ഡോക്ടർ M അബ്ദുൽ സലാമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജിഹാദി കൂട്ടുകൾ വളരെ കുറവാണ്. ഈ 90 ലക്ഷം അല്ലെ 95 ലക്ഷം അല്ലെ 1 കോടി രൂപ എടുത്തോ, മുസ്ലിങ്ങളിൽ എത്ര പേര് കാണാൻ ജിഹാദി? വളരെ വളരെ കുറവാണ്. 1 ലക്ഷം പോലും കാണത്തില്ല. അവര് കാണിക്കുന്ന ടെററിസവും തോന്നിയാസവുമാണ് ഈ പാവപ്പെട്ട ബാക്കി എല്ലാ മുസ്ലിങ്ങളെയും മേളിയിരിക്കുന്നത്. പക്ഷെ അവരെ മുദ്രാവാക്യം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരിക്കലും അവർ പറയാൻ പാടില്ല ഇത് ഞങ്ങളൊരു മുസ്ലിം രാജ്യമാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, 146 കോടിയിൽ 118 കോടി ഹിന്ദുക്കളാണ്. ഇതൊരു ടെക്നിക്കലി ഹിന്ദു നേഷനാണ്. നമ്മളെല്ലാം ഈ മുസ്ലിമായ ഞാൻ പോലും പണ്ട് ഹിന്ദു ആയിട്ടാണ് ഇന്ത്യയിലാണ് ജനിച്ചത്. ഹിന്ദുസ്ഥാനിൽ ജനിച്ച ഹിന്ദുവാണ്. പിന്നെ വിശ്വാസം കൊണ്ടാണ് മുസ്ലിം ആയത്, വിശ്വാസം കൊണ്ടാണ് ക്രിസ്ത്യാനിയാവുന്നത്. അതുകൊണ്ട് ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ സ്ലോഗൻ എന്താണ്? ഇവിടെ ഞങ്ങൾ മുസ്ലിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് മുസ്ലിം രാജ്യമാക്കി ഇസ്ലാമിക് റോളുകൊണ്ട് പോവും എന്ന് പറയാൻ മറ്റുള്ളവനെയൊക്കെ ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അവര് ഇന്ത്യ എന്ന ടെറിട്ടറി അംഗീകരിക്കുന്നില്ല, നേഷൻഹുഡിനെ അംഗീകരിക്കുന്നില്ല, പാട്രിയോട്ടിസം കാണിക്കുന്നില്ല. ഇവരോട് എനിക്ക് പറയാനുള്ളത് അത് വ്യക്തിപരമാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണേ, അനിയന്മാരെ അല്ലെങ്കിൽ ചേട്ടന്മാരെ, നിങ്ങളൊന്നുകൂടെ ആലോചിക്കണം. എന്താലോചിക്കണം? ഈ രാജ്യത്ത് ജനിക്കാൻ കിട്ടിയത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഇതുപോലൊരു ഹിന്ദു സമൂഹത്തിന് നമ്മളെ കൂടെ കിട്ടിയത് കൊണ്ടാണ് നമ്മളിവിടെ വലിയ ഗമയിലെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നത്. അവര് നമുക്ക് സ്ഥലം തന്ന്, വീട് വയ്ക്കാൻ തന്ന്, പെണ്ണ് കെട്ടിച്ച് തന്ന്, മക്കളുണ്ടായി. ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനി മൈനോറിറ്റിയാണ്. ഈ ഹിന്ദുവിൻ്റെ സാക്രിഫൈസ് കൊണ്ടാണ് നമ്മൾ വളർന്നത്. അവരെ കയറി കടിക്കാൻ പോകുന്നത് നമ്മൾ കാണിക്കുന്ന നന്ദികേടിൻ്റെ അങ്ങേറ്റമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരോട് ചേർന്ന് നിൽക്കണം. അവരും കൂടെ സമാധാനപരമായ സഹവർത്തിത്വം വേണം, ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകണം. അവരുടെ വിശ്വാസം അവര്, നമ്മുടെ വിശ്വാസം നമ്മൾ. അങ്ങനെ പോകുന്ന ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. 1. രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ വേണ്ടാത്ത അംബിഷനൊക്കെ എടുത്ത് ദൂരെ കളയണം. 3. നിങ്ങളുടെ നാഷനെ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ഇന്ത്യൻ നാഷണലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. വെളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഐ എം ഇന്ത്യൻ. ആ ഇന്ത്യ അംഗീകരിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന അതിൻ്റെ നാഷണാലിറ്റി, അതിൻ്റെ പാട്രിയോട്ടിസം, സമാധാനപരമായ സഹവർത്തിത്വം, മറ്റുള്ളവരെ അംഗീകരിച്ച് മറ്റ് മുസ്ലിങ്ങൾ ജീവിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ മാറി നിങ്ങളുടെ വേണ്ടാത്ത വിശ്വാസം, ടെററിസം, ഇതൊക്കെ ഒന്ന് മാറ്റി നല്ല മാർഗം സ്വീകരിച്ച് മാറി വരണം. ഞങ്ങളുടെ BJPയുടെ പാർട്ടിയിൽ അംഗമാകാൻ വേണ്ടി ഒറ്റ കണ്ടീഷനേ പറയുന്നുള്ളൂ: യു ഷുഡ് ബി പാട്രിയോട്ടിക്, യു ഷുഡ് ബിലീവ് ഇൻ ദ നേഷൻഹുഡ്. BJPയുടെ ജാതിയും നേഷനാണ്, മതവും നേഷനാണ്, ബിലീവും നേഷനാണ്. നേഷൻ, ഭാരത്. അത് മാത്രമാണ് ഈ പാർട്ടിക്കുള്ളത്. നിങ്ങൾ ഭാരതത്തിനെ അംഗീകരിക്കാതെ ഭാരതത്തിലെ ജനങ്ങളെ നിങ്ങളെ ശത്രുക്കളായിക്കില്ലെന്ന അത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കൂ, നേരെ ചിന്തിക്കൂ, ഒന്നിച്ച് ജീവിക്കാൻ ചിന്തിക്കൂ. ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ പക്ഷേ ഈ ഒരു വാദത്തെ വലിയ രീതിയിൽ അംഗീകരിക്കുന്നു. അതെന്താണെന്ന് അറിയോ? ഇതൊക്കെ ഞാൻ പറയുന്നത് ചിലർ ജനിക്കുന്ന തന്നെ ഈ ഭ്രാന്തൻ ഇതുമായിട്ടാണ്, അല്ലെങ്കിൽ ഭ്രാന്തന്മാരുടെ ജീവിച്ചിട്ടാണ്. അവരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ തല നിറച്ചും പോയ്സൺ കയറ്റിയിരിക്കുകയാണ് ഇങ്ങനെ വെച്ചൊരു ജിഹാദികൾ. പൈസ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ മതം കയറ്റിയിട്ടാവാം,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടാവാം. അതിനുവേണ്ടി അവൻ പോയി കുറേ പേരുടെ തലയും ശരീരവും മൊത്തം ഈ മതത്തിന്റെ വിഷം കിടക്കുകയാണ്. അവരോടൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതേസമയം അതിൽ എത്ര പേര് വന്നിട്ട് തെറ്റാണെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്, മാറുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ നമ്മൾ ആ രീതിയിൽ കാണാനേ പറ്റത്തുള്ളൂ. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജിഹാദികളുമായുള്ള കൂട്ടുകെട്ടുന്ന പാർട്ടികൾ ആന്റി നാഷണൽസ് ആണ്, രാഷ്ട്രദ്രോഹം ചെയ്യുന്നവരാണ്. രാഷ്ട്രത്തെ വിശ്വസിക്കാത്തവരെ കൂട്ടുകൂട്ടി ഇവിടെ വന്നിട്ട് രാഷ്ട്രത്തെ ഭരിക്കാൻ വരുന്ന പാർട്ടികൾ എങ്ങനെ അംഗീകരിക്കും നിങ്ങൾ? അപ്പൊ ആ പാർട്ടി ആന്റി നാഷണൽ ചിന്താഗതി ഉള്ളവരല്ലേ? അല്ലോണ്ട് പറയണം, ലുക്ക്, ഈ ചിന്താഗതി നീ മാറ്റി വാ, നമ്മൾ ചേർത്ത് പിടിക്കാം. നമ്മളെല്ലാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ രാജ്യം, വൺ നേഷൻ, വൺ പീപ്പിൾ, വൺ ഫാമിലി. ലെറ്റ് us വർക്ക് ടുഗദർ, ലെറ്റ് us live ടുഗദർ എന്ന് പറ. മറിച്ച് നോ, ഞങ്ങളിവിടുത്തെ ആൾക്കാരെ എല്ലാം കൊന്നിട്ട് ഞങ്ങളിവിടെ ഇസ്ലാം ആക്കും എന്ന് പറയുന്ന ആന്റി നാഷണൽ തിങ്കിങ് വയ്ക്കുന്നവർ എങ്ങനെ ഇവർ കൂട്ടുപിടിക്കും? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനെ ചെറുത്ത് തോപ്പിക്കേണ്ടത് ഈ നേഷന്റെ ആവശ്യമാണ്, ജനത്തിന്റെ ആവശ്യമാണ്.